ഗൈസ്, നമ്മൾ എവിടെ നോക്കിയാലും ഇതുപോലത്തെ കുറേ വാൾ ഗ്രിഡ്സ് കണ്ടിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വാൾ ഗ്രിഡ് ഉണ്ടാക്കാം. ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന മിക്ക സാധനങ്ങളും ഇതുപോലെ ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ആയിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്ത് വന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ന്യൂസ് പേപ്പർ റോൾ ചെയ്ത ഓരോ ക്രാഫ്റ്റേ വരുന്നുള്ളൂ. ഈ ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് ഒട്ടിക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് വലിയൊരു കാർഡ്ബോർഡ് വേണം. ആ കാർഡ്ബോർഡ് എടുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ബിഗ്ഗസ്റ്റ് കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു വൈറ്റ് കളറിലുള്ള വാൾ ഗ്രിഡ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ വൈറ്റ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാർഡ്ബോർഡ് കാണുമ്പോൾ വൃത്തിയില്ല, അതിനാണ്. ഇതിൽ ഏറ്റവും കഷ്ടപ്പാട് എന്ന് പറയുന്നത് ആ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇനി നമ്മൾ റോൾ ചെയ്ത ന്യൂസ് പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതൊക്കെ ഞാൻ ബാക്ക് സൈഡിലാണ് ഒട്ടിച്ചു കൊടുത്തത്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാലാണ് ഫ്രണ്ട് സൈഡ്. ഇത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ ഇത് അത്ര ഉറപ്പിൽ നിൽക്കില്ല. ഉറപ്പായതുകൊണ്ട് ഞാൻ സെല്ലോ ടേപ്പും വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ച് നല്ല വൃത്തിക്ക് നിന്നോളും, ഇത്രയും കഷ്ടപ്പെടണ്ട. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് വാൾ ഗ്രിഡ്. അത്ര ഡിഫറെൻ്റ് ഒന്നല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട വീട്ടിൽ ലൈക്ക് ചെയ്യുക.